ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് 2 മാർഗങ്ങളാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടാക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ് ഈ പറഞ്ഞ 10. അതുപോലെ തന്നെ അതിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുത്ത 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. കസ്റത്തു ദിക്രി ലിൽ മഹ്ബൂബ്, നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെക്കുറിച്ച് ധാരാളമായി സംസാരിക്കുക. അത് ഒറ്റയ്ക്കിരുന്നുള്ള ദിക്റായിട്ടായാലും ആളുകളുടെ ഇടയിൽ വെച്ച് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി സംസാരിക്കലായാലും ഇത് രണ്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. അള്ളാഹു താല പറഞ്ഞല്ലോ, ഇദാ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. ഒരു അടിമ അവന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് അവൻ ദിക്ർ ചെയ്താൽ, അവൻ ദിക്ർ ചൊല്ലിയാൽ, അള്ളാഹു താല പഠിപ്പിച്ച ദിക്റുകൾ തസ്ബീഹും തഹ്മീദും തക്ബീറും ഇങ്ങനെയുള്ള ദിക്റുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, ഇങ്ങനെയുള്ള ദിക്റുകൾ അവൻ ചൊല്ലിയാൽ ദക്കർതുഹു ഫീ നഫ്സി, ഞാനും അവനെ ഓർക്കും. വൈദാ ദക്കറനി ഫീ മലഇൻ, അവനൊരു സദസ്സിൽ വെച്ച് എന്നെക്കുറിച്ച് സംസാരിച്ചാൽ. നമ്മൾ എവിടെയെങ്കിലും ജീവിതത്തിൽ സംസാരിക്കുന്നുണ്ടോ? ആരെങ്കിലും ഇങ്ങനെയുള്ള ഔപചാരികമായ ക്ലാസ്സുകളിൽ പറയൂ എന്നല്ലാതെ നമ്മൾ ഒറ്റക്ക് 4 ആൾ കൂടി ഇരിക്കുമ്പോൾ, നമ്മുടെ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണ് പറയാറുള്ളത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ? നമ്മൾ വല്ലതും സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ സംസാരിച്ചാൽ ദക്കർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹും, ഏത് സദസ്സിൽ വെച്ചാണോ അവൻ എന്നെക്കുറിച്ച് സംസാരിച്ചത് അവരെക്കാളും ഉത്തമരായ ഒരു സദസ്സിൽ വെച്ച് മലായിക്കത്തിന്റെ അടുക്കൽ അള്ളാഹു താല ഈ വ്യക്തിയെക്കുറിച്ച് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദുർബലരായ നമ്മൾ, പാപികളായ നമ്മളെക്കുറിച്ച് റബ്ബുൽ ആലമീനായ ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖറബീങ്ങളായ മലക്കുകളുടെ മുമ്പിൽ പറയും, ഇന്ന വ്യക്തി, ഇന്നയാളുടെ മകൻ ഇന്നവൻ, അവനിതാ എന്നെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു താല പറയും. എന്തു വലിയ സ്ഥാനമാണ്! ഇതിലും വലിയൊരു എന്തു ദറജയാണ് നമുക്ക് ദുനിയാവിൽ കിട്ടാനുള്ളത്. ഇതേ അവസ്ഥ ദുനിയാവിലായിരുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം ഈ കാര്യത്തിൽ മത്സരിക്കുമെന്ന് ഓർത്ത് നോക്കൂ. ഇപ്പൊ പറയാണ്, രാജ്യം ഭരിക്കുന്ന ഒരാൾ, പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരി, ഒരു രാജാവ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ, പണക്കാരൻ, ആരെങ്കിലും, അവൻ നമ്മുടെ പേരെടുത്ത് പറഞ്ഞു ഒരു സദസ്സിൽ വെച്ച് എന്ന് കേട്ടാൽ നമുക്ക് എത്ര സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് അവൻ പറയും, ഇന്ന പണി ചെയ്താൽ നിന്നെക്കുറിച്ച് ഇന്ന സദസ്സിൽ വെച്ച് ഇന്നയാൾ പരാമർശിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി ജീവൻ കൊടുക്കും. നമ്മുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ പലരും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെക്കുറിച്ച് പറയും, നമ്മൾ അവനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം അത് നമ്മുടെ നാവിലുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ അൻ തമൂത വലിസാനുക റത്ബുൻ മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ പറഞ്ഞ് നനവ് പറ്റാത്ത നാവുമായി മരിച്ചു പോവുക എന്നുള്ളതാണ്. ദിക്ർ ചൊല്ലിക്കൊണ്ടായാലും ആളുകളോട് അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടായാലും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് നനവുള്ള നാവുമായി മരിച്ചു പോവുക എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യുന്ന അവസ്ഥയിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ പ്രവൃത്തി ജീവിതത്തിൽ സദാ ചെയ്തുകൊണ്ടിരിക്കുക എന്നർത്ഥം. കാരണം എപ്പോഴും ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തിയായിരിക്കും അവന്റെ ജീവിതത്തിൽ അവസാനമായി സംഭവിക്കുക, അതിലായിരിക്കും അവൻ മരിക്കുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്ർ നമ്മുടെ നാവിലുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൽബിലുണ്ടാകണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, ഒരാളുടെ കൽബ്, ആ കൽബിന്റെ രുചി നമുക്കറിയാൻ പറ്റും, അത് നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റും. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരുടെയും കൽബിൽ എന്താണുള്ളത് എന്ന് നമുക്ക് രുചി നോക്കാൻ പറ്റും. എങ്ങനെയാണ്? അവന്റെ നാവിലൂടെ. അവന്റെ നാവിൽ നിന്ന് എന്താണ് പുറത്തു വരുന്നത്, എപ്പോഴും അവൻ സംസാരിക്കുന്ന വിഷയം എന്താണ്, അതാണ് അവന്റെ കൽബിലുള്ളത്. അപ്പൊ അല്ലാഹു തആല അവനെ കുറിച്ചുള്ള ദിക്ർ നമ്മുടെ കൽബിലുണ്ടോ, അത് നാവിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കും. അതല്ല നമ്മുടെ കൽബിലുള്ളത് ഈ ദുനിയാവിലുള്ള നമ്മുടെ ഭാവിയോ, ഈ രാജ്യത്തിൽ നടക്കുന്ന എന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ, ഇങ്ങനെ വല്ലതുമാണ് നമ്മുടെ കൽബിലെങ്കിൽ നമ്മുടെ നാവിലൂടെ അത് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ കൽബിൽ അല്ലാഹു തആലക്ക് സ്ഥാനമുണ്ടാകണം, അവനെക്കുറിച്ചുള്ള ദിക്ർ ഉണ്ടാകണം. ഇതാണ് ഒന്നാമത്തെ മാർഗം. നമ്മൾ സ്നേഹിക്കുന്നവനെ കുറിച്ച് ധാരാളം സംസാരിക്കുക. അത് നമ്മൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തായിരുന്നാലും. അങ്ങനെയുള്ള സംസാരത്തിന്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈമാൻ കുറഞ്ഞു പോകുന്നത്. സലഫു സാലിഹ്യങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, ദിക്റുല്ലാഹി ദവാഉൻ വദിക്റുൻ നാസി ദാഉൻ. ജനങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് രോഗമാണ്, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ള ശിഫയാണ്. നമ്മൾ 4 ആൾ കൂടിയാൽ 5ാമത്തെ ഒരാളെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ അവൻ വന്നിരിക്കുകയാണെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെ ഇല്ലാത്തവൻ ആരാണോ അവനെ കുറിച്ചായിരിക്കും സംസാരം. ഇതൊരു രോഗമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം ശിഫയാണ്. നിങ്ങൾ തന്നെ പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾ ഒരു ദിവസം ഒരാളെക്കുറിച്ച്, നല്ലതോ ചീത്തയോ എന്തെങ്കിലും ആകട്ടെ, ഒരു മനുഷ്യനെ കുറിച്ച് വെറുതെ അനാവശ്യമായി കുറെ സംസാരിച്ചു. നിങ്ങൾക്ക് അന്ന് ഇബാദത്തുകൾക്കുള്ള തൗഫീഖ് കുറവായിരിക്കും. അന്ന് വിത്ർ നമസ്കരിക്കുന്നത്, തഹജ്ജുദ് നമസ്കരിക്കുന്നത്, അല്ലെങ്കിൽ സുന്നത്ത് പതിവായിട്ടുള്ള ആളാണെങ്കിൽ അതൊക്കെ മുടങ്ങും ആ ദിവസം. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് കുറേ ദിക്ർ ഒരു ദിവസം ചൊല്ലി നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ പ്രകാശമുണ്ടാകും. അടുത്ത ദിവസം അതിനനുസരിച്ച് ഇബാദത്തുകൾ വർദ്ധിക്കും.
ഇത് അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ധാരാളം സംസാരിക്കുക. നമ്മുടെ വീട്ടിലായാലും നമ്മൾ കൂടിയിരിക്കുന്ന സമയത്തായാലും മറ്റേത് സാഹചര്യത്തിലായാലും വീടുകളിലൊക്കെ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാത്തത് കൊണ്ട്, റബ്ബിനെ കുറിച്ച് നമ്മൾ പരസ്പരം ഓർമ്മിപ്പിക്കാത്തത് കൊണ്ട് നമ്മുടെ മക്കളൊക്കെ വഴിതെറ്റിപ്പോകുന്നു. എന്താണ് ഇതിന്റെ കാരണം? അവർ മറ്റു പല വഴിക്കും പോകുന്നു, യുക്തിവാദത്തിലേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തോന്നിവാസങ്ങളിലേക്ക് അവർ പോകാനുള്ള കാരണം എന്താണ്? മനുഷ്യരുടെ ഒരു പൊതു തത്വമാണ്, മനുഷ്യർക്കിടയിലുള്ള ഒരു പൊതു നിയമമാണ്. ഒരു മനുഷ്യൻ അവൻ ഇഷ്ടമുള്ള ഒരു കാര്യം അതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റൊന്ന് കിട്ടിയാലല്ലാതെ ഒഴിവാക്കുകയില്ല. ഒരു ചെറിയ കുട്ടി, അവൻ്റെ കയ്യിൽ ഒരു കളിപ്പാട്ടമുണ്ട്, അത് വാങ്ങണമെങ്കിൽ അതിനേക്കാൾ ഇഷ്ടമുള്ള എന്തെങ്കിലും പകരം അവന് കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രായം എത്തുമ്പോൾ മക്കൾക്ക് പലതിനോടും ഹുബ്ബ് തോന്നും. അവരുടെ ശാരീരികമായ മാറ്റങ്ങൾക്കനുസരിച്ച് പല ചിന്തകളും അവർക്കുണ്ടാകും. ഇങ്ങനെയുള്ള ഷഹവാത്തുകളിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന് അവരെ വേർപ്പെടുത്തണമെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഹുബ്ബ് അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കണം. അതല്ലാതെ നമ്മുടെ വടി കൊണ്ടോ നമ്മുടെ ആവേശം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മസിൽ പവർ കൊണ്ടോ അവരെ നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് അവരിഷ്ടപ്പെടുന്ന ഈ കെണികൾ, ആ കെണികളെക്കാൾ പ്രിയങ്കരമായ ഒരു ഹുബ്ബ് അവരുടെ മനസ്സിൽ നമ്മൾ നേരത്തെ വെച്ചു കൊടുക്കണം. അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള സ്നേഹം, അവൻ്റെ കിതാബിനോടുള്ള സ്നേഹം, ഈ പറഞ്ഞതുപോലെയുള്ള മാർഗങ്ങളിലൂടെ നമ്മൾ അവരുടെ മനസ്സിൽ വളർത്തി എടുത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഇങ്ങനെയുള്ള മറ്റ് ഷഹ്വത്തുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം ഇതാണ് ഒന്നാമത്തേത്, റബ്ബിനെ കുറിച്ച് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും ആളുകളുടെ കൂടെ ഇരിക്കുമ്പോഴും സംസാരിക്കുക. രണ്ടാമത്തേത് മുത്വാലഅതു ആലാഇഹി വനഅമാഇഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ശരീരത്തിലുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വല്ല കണക്കുമുണ്ടോ? എത്ര രോഗികളാണ് അവരുടെ ഒരു അവയവം പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത, അത് തളർന്നുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന ഒരു അവയവം ഉപയോഗിക്കാൻ പറ്റാതായാൽ അവരുടെ അവസ്ഥ എന്താണ് നമ്മൾ കാണുന്നതാണ്. നമ്മുടെ കണ്ണിൻ്റെ വില നമുക്കറിയില്ല, കാഴ്ച നഷ്ടപ്പെട്ടാൽ നമുക്ക് മനസ്സിലാകും. ഒരു പല്ല് പോയാൽ, ഒരസുഖം ആ പല്ലിന് വന്നാൽ നമ്മൾ അനുഭവിച്ചിരുന്ന സുഖം നമുക്ക് മനസ്സിലാകും. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കുക. പണ്ഡിതന്മാർ പറയുന്നൊരു വാക്കുണ്ട്, അസ്സഈദു മൻ വുഇള ബിഗൈരിഹി. ഒരു ഭാഗ്യവാൻ, ബുദ്ധിമാൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് ഉപദേശിക്കപ്പെടുന്നവനാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഉപദേശമായി മാറാൻ പാടില്ല. അവൻ ഇന്ന പണി ചെയ്തതുകൊണ്ട് ഇന്ന ഒരു അദാബ് അവന് കിട്ടി, അതുകൊണ്ട് നമുക്ക് നന്നാവാം. അവനിങ്ങനെ മാതാപിതാക്കളോട് നന്ദിയില്ലാതെ അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നമസ്കാരവും നോമ്പുമില്ലാതെ തോന്നിവാസിയായി നടന്ന് ഒരു അപകടത്തിൽപ്പെട്ട് പെട്ടെന്ന് മരിച്ചു, ലഹരി ഉപയോഗിച്ച് ഇരിക്കുന്ന ഒരു ഹാലിൽ അവൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ നന്നാകുന്ന ഒരു ഗുണപാഠമായി നമ്മൾ മാറരുത്. മറിച്ച് മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങോട്ട് ഉപകാരമെടുക്കുന്ന, ഗുണപാഠം സ്വീകരിക്കുന്നവനാണ് ഭാഗ്യവാൻ എന്ന് പറയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടവരെ കണ്ടാൽ അത് മനസ്സിലാക്കുക. നമുക്കവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വില നമ്മൾ തിരിച്ചറിയുക. മനുഷ്യൻ്റെ ഒരു കണ്ണ്, ഈ കണ്ണിന് തുല്യമായ ഒരു ക്യാമറ ഉണ്ടാക്കാൻ 70 കോടിയിലധികം ചെലവ് വരും. ഈ കണ്ണിന് സ്വീകരിക്കാൻ കഴിയുന്ന അത്രയും കളറുകളും അതുപോലെ അത്രയും ആംഗിളിലൊക്കെ കാണാൻ പറ്റുന്ന, നോക്കാൻ, നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ ഉണ്ടാക്കാൻ 70 കോടി രൂപ ചെലവ് വരും. അതിൽ കൂടുതൽ ചിലവാകും. അങ്ങനെ ചെലവ് ചെയ്ത് ഉണ്ടാക്കിയാൽ അതിന് പിന്നെ എന്തൊക്കെ ന്യൂനതകൾ ഉണ്ടാകുമെന്ന് അപ്പോഴേ അറിയുകയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള 2 കണ്ണ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്നു. അതുപോലെ ഓരോ അവയവവും, നമ്മുടെ ശരീരത്തിലുള്ള ചെറുതും വലുതുമായ ഓരോ അവയവങ്ങളും, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു തന്നു. അതുപോലെ നമ്മുടെ ഭാര്യമാർ, മക്കളില്ലാത്ത എത്ര ആളുകളുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കൾ, ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് പലതരത്തിലുള്ള ചൂഷണങ്ങൾ അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഇരുന്ന് ആലോചിച്ചു നോക്കുക. അതിന് നമ്മൾ എത്ര നന്ദിയാണ് കാണിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. കാലിൽ നീര് വരുന്ന അത്രയും നിന്ന് നമസ്കരിച്ച് ഖിയാമുൽ ലൈൽ നമസ്കരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ഒരു പാപവും ചെയ്യുന്നില്ലല്ലോ, വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ അല്ലാഹു തആല എല്ലാം നേരത്തെ കൂട്ടി പുറത്തു തന്നിട്ടുണ്ടല്ലോ, എന്തിനാണ് പിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താണ് അവിടുന്ന് പറഞ്ഞത്? അലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ഷക്കൂറ, ഞാൻ അള്ളാഹുവിൻ്റെ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടതില്ലേ? യത്തീമായി ജനിച്ചു, വൈകാതെ ഉമ്മയെ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ നാനാവിധത്തിലുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു, ആരോപണങ്ങൾ സഹിക്കേണ്ടി വന്നു, പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടായി, അതുപോലെ തന്നെ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ, ശാരീരികമായ ഉപദ്രവങ്ങളുണ്ടായി, പ്രിയപ്പെട്ടവർ താൻ നോക്കി നിൽക്കെ മരണപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളും അനുഭവിച്ച അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് പറയുന്നത്, അഫല അകൂനു അബ്ദൻ ഷക്കൂറ, ഞാൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതില്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ എത്രയെത്ര അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിനുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കും. ഇതൊക്കെ നിർബന്ധമായ കാര്യമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എങ്കിൽ പാപ്പരായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും.
അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇബാദത്തിന്. ആ ഇബാദത്തിന്റെ മർമ്മം എന്താണ്? അള്ളാഹുവിനോടുള്ള ഹുബ്ബ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു മാർഗവും നമ്മൾ സ്വീകരിക്കാതെ നമ്മുടെ ശൂന്യമായ കൈകളുമായി അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും. അള്ളാഹു തആല നമ്മെ കാത്ത് രക്ഷിക്കട്ടെ.